ഗോകുലം ഗോപാലിൻ്റെ കാര്യത്തിൽ, പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ ഇവരിപ്പോൾ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അത് 100% ശരിയാണെന്ന് വിചാരിക്കുക. പക്ഷേ ജനങ്ങളുടെ മനസ്സിലെന്താണ്? ഇവർ പ്രതികാരം ചെയ്യുകയാണെന്ന് ജനങ്ങൾ മഹാഭൂരിപക്ഷം ജനങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ രാജ്യത്തെ നമ്മുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 ഏജൻസികൾ അവർ വിശ്വാസ്യതാ തകർച്ച നേരിട്ടു എന്നുള്ളതാണ്. അതാർക്കാണ് ആത്യന്തികമായി പരിക്കേൽപ്പിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, സ്റ്റേറ്റ് ഡിവൈസസ്, സ്റ്റേറ്റ് ഓർഗനൈസേഷൻസ്, അതിന് ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യതയില്ലെങ്കിൽ ആത്യന്തികമായി അതിനെ നഷ്ടം ആർക്കാണ്? അത് ഈ രാജ്യത്തിനല്ലേ. നമുക്ക് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങൾക്ക് വിശ്വാസമില്ല, നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ആരോഗ്യ സംവിധാനത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ എടുക്കുന്ന ഇഞ്ചക്ഷൻ ശരിയായ ഇഞ്ചക്ഷൻ ആവില്ല, വേറെന്തോ കുഴപ്പമുണ്ടാകുന്ന ഇഞ്ചക്ഷൻ ആയിരിക്കും എന്നൊരു ആൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ബോധ്യം ഇവിടെ സാധാരണക്കാരുണ്ടായ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ആകെ തകരും. ഈ പൗരന് മാത്രമല്ല കുഴപ്പമുണ്ടാകുന്നത്, ഹെൽത്ത് സിസ്റ്റം ആകെ തകരും. നമ്മുടെ ബാങ്ക്, ഒരു പൊതുമേഖലാ ബാങ്ക്, അതിൽ ഞാൻ പൈസ ഇട്ടാൽ അത് സുരക്ഷിതമായിരിക്കില്ല. അത് സുരക്ഷിതമായിരിക്കും എന്ന തികഞ്ഞ ബോധ്യം ഒരു പൗരനില്ലെങ്കിൽ, ഒരു ഇൻവെസ്റ്റർക്കില്ലെങ്കിൽ, ആ ഇൻവെസ്റ്റർക്കാണോ കുഴപ്പം അല്ലെങ്കിൽ ബാങ്കിനാണോ കുഴപ്പമുണ്ടാവുക? ബാങ്കാണ് പ്രതിസന്ധിയെ നേരിടുക. വിശ്വാസ്യതാ പ്രതിസന്ധി. നോക്കൂ, ഈ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്നതിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷൻ എന്താണ്? ട്രസ്റ്റാണ്. മ്യൂച്വൽ ട്രസ്റ്റാണ്. ഒരു രാജ്യം, ഒരു സമൂഹം, ഒരു കമ്മ്യൂണിറ്റി, ഒരു സംവിധാനം, അതെല്ലാം നിലനിൽക്കുന്നത് മ്യൂച്വൽ ട്രസ്റ്റിലാണ്. ഇപ്പോൾ ദിവ്യ റൺ ഡൗണിലിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദിവ്യ റൺ ഡൗണിലിരുന്നത്? ദിവ്യ റൺ ഡൗണിലിരുന്നാൽ ആ ബുള്ളറ്റിൻ വൃത്തിയിൽ പോകും എന്ന് ദിവ്യയുടെ ഹയർ ഓഫീസർക്ക് ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ട്രസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ സംവിധാനം, ഈ ന്യൂസ് പ്രൊഡക്ഷൻ എന്ന സംവിധാനം പൊളിയാണ് ചെയ്യുക. ഇവർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തെ വളരെ വളരെ ശ്രദ്ധേയമായ, വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സ്ഥാപനങ്ങൾ, ഓർഗനൈസേഷൻസ്, അതിൻ്റെ എല്ലാം വിശ്വാസ്യത തകർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം നാളെ ഗോകുലം ഗോപാലനല്ല വേറൊരാൾ, അയാൾ യഥാർത്ഥത്തിൽ തന്നെ തെറ്റ് ചെയ്തു, ഒരു ഫ്രോഡുലൻസ് നടത്തി, ഒരു സാമ്പത്തിക കുറ്റകൃത്യം നടത്തി, അയാളുടെ വീട്ടിലേക്ക് ഇവർ പോകാൻ ED പോവുകയാണെന്ന് വിചാരിക്കുക. ED അവിടെ കയറി ഇറങ്ങും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ജനങ്ങൾക്കിടയിൽ ആരാണ് കുറ്റവാളിയെ നിൽക്കുക? ഈ ED എന്ന് പറയുന്ന ഏജൻസിയാണ്. കാരണം അവർ ഭരണകൂടത്തിന് വേണ്ടി സേവ ചെയ്ത വെറും ഒരു കങ്കാണി പടയാണ് എന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ മൂടറച്ച് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇവർ ഗോകുലം ഗോപാലിനെയും പൃഥ്വിരാജിനെയും ഭീഷണിപ്പെടുത്താനായിരിക്കാം ഇത് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അടിസ്ഥാനപരമായി അവർ ചെയ്യുന്നത് വിശ്വാസ്യത എന്ന് പറയുന്ന നമ്മുടെ രാജ്യം, മ്യൂച്വൽ ട്രസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന അടിസ്ഥാനത്തെ മാന്തി തുരന്ന് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്.